വെൽക്കം ബാക്ക് ടു നീ വെച്ചോണ്ടോ നിന്നെ വെച്ചോണ്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ലല്ലോ, അങ്ങനെ വേണ്ട. രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട്, നോക്കട്ടെ. ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അത് ശരിയില്ല. ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് അടിപൊളിയല്ലേ? ഇത് സെറ്റ് അല്ലേ? വേണ്ട, ആഡംബരം ജയിക്കും അല്ലേ? നെക്സ്റ്റ്. ഹലോ വെൽക്കം ബാക്ക് ടു ദിശ്യാമേഷ് വ്ലോഗ്സ്. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ജസ്റ്റ് ഒരു ബ്ലൂ പോസ്റ്റ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിട്ടുണ്ടാവും അല്ലെ? ജസ്റ്റ് ഞാൻ ചെമ്പരത്തി വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എല്ലായ്പ്പോഴും നമ്മളത് ഹെയർ കെയർ ഉൾപ്പെടുന്ന സാധനമാണെന്ന് അറിയാം. എന്നാലും തമ്മിലും ചെറിയ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. അയ്യോ, പാല് തിളച്ചു വരും. ഇത് ഗൈസ്, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഇവിടുന്ന് ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഈ വീഡിയോ ചെയ്യുന്നത് നൈറ്റ് ആണ്. വേറെ ഒന്നല്ല ഗൈസ്, സമയം തീരെ കിട്ടിയില്ല. പിന്നെ ഐലൈനറും പിന്നെ ലിപ്സ്റ്റിക്കും ഈ കൈയുടെ കണ്ണൊക്കെ എഴുതിയിട്ട്, മീൻസ് ഐലൈനർ കണ്ണെഴുതുന്ന തന്നെ എന്തെല്ലാം പറയുന്നത്. മീൻസ് ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ രാത്രി കുളിക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു കല്യാണം ഉണ്ടായിന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങി കുറച്ച് ലേറ്റായി. പിന്നെ അവനെ കുളിപ്പിക്കാനുണ്ടായി. അങ്ങനെയൊക്കെ ഒരുപാട് പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ മറന്നുപോയി ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ 2 ദിവസം 3 ദിവസം കഴിഞ്ഞു കുളിച്ചിട്ട്. മീൻസ് മേലല്ല കേട്ടോ, തല കുളിച്ചിട്ട് ഒരുപാട് ദിവസമായി. കാരണം എന്ന് വെച്ചാൽ തല കുളിക്കുമ്പോലെ ദിവസം ഇങ്ങനെ മുടി പൊരിയും. ഞാൻ വിചാരിച്ചു വന്നാൽ അങ്ങനെ ചെയ്യണ്ട, കുറച്ച് 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് കുളിച്ചു നോക്കട്ടെ. എന്നാലും ദിവസം കൊഴിയുന്ന കാണൂലല്ലോ. ഞാൻ എന്തിനും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിങ്ങളെ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയർ ആയിട്ടാണ് വന്നത്. അപ്പൊ അതിനായി ഞാൻ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മടിച്ചികൾക്കും മടിയന്മാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ കെയർ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മടിയൊന്നുമില്ലേ. കാരണം എന്ന് വെച്ചാൽ ഈ ഹെയർ കെയർ ഫേസിൻ്റെത് ഒന്നും എനിക്ക് മടിയില്ല. ആ കാര്യത്തിലൊന്നും മടിയില്ല. ഈ കുക്കിങ് അങ്ങനത്തെ താല്പര്യത്തിലുള്ള മടി ഉണ്ടാകും, അത് സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് പണി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് ഗൈസ്. അവിടെ ചെറുവാരി കഞ്ഞി ഇങ്ങനെ കുക്കറിൽ പിഷിയായതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മടിയന്മാർക്കും മടിച്ചുകൾക്കും പറ്റിയ ഹെയർ കെയർ ആണ്. കാരണം എന്ന് വെച്ചാൽ വലിയ ഹെയർ കെയർ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായ ഒരാളാണ് ഞാൻ. സോറി ഗൈസ്, നീ ഇത് എത്ര വട്ടം പോക്കുമെന്ന് എനിക്കറിയില്ല. അമ്മ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ മടിയന്മാർക്കും മടിച്ചു ചേർക്കും, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ചെമ്പരത്തി, കുറച്ച് നല്ല കുറച്ച് അധികം. അമ്മേ അമ്മേ, ഇത് എത്ര തവണ കൂക്കു? കഷ്ടായിപ്പോയില്ല. അപ്പൊ നമ്മൾ ഓണത്തിന് പറിച്ചിടുന്ന ആ ചെമ്പരത്തിയില്ലേ, ഡബിൾ തട്ട് ചെമ്പരത്തി കേട്ടോ, ഡബിൾ തട്ട് ചെമ്പരത്തിയോ നോക്കിയാട്ടോ, നല്ല ഭംഗിയല്ലേ. എന്നിട്ട് 5 ഇതളല്ല, എന്നാലും റെഡ് ആയതുകൊണ്ട് അതിന്റെ ഗുണം ഉണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ ആദ്യം ചെമ്പരത്തിയാണ് എടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാല് അത്ര വീഡിയോ എടുക്കാൻ പറ്റൂല, ഞാൻ സ്റ്റക്ക് ചെയ്യണം. മതിയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. വാവ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുളിക്കാൻ ലേറ്റ്. ഇപ്പൊ സമയത്രയെന്ന് അറിയണം, 7, 7:30, 7:45 കഴിഞ്ഞു. തലയിലാണെങ്കിൽ നല്ല വെളിച്ചെണ്ണി തേച്ചിട്ടുള്ളത് കണ്ട. തണുപ്പ് പിടിക്കുമോ ഒന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ എത്രയോ കാലം കൂടിയിട്ടാണ് ഒരു ഹെയർ കെയർ ചെയ്യുന്നത്. അപ്പം മടിച്ചുകൾക്കും മടിയന്മാർക്കും പറ്റിയ ഹെയർ കെയർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ 2 സാധനം ഇവിടെ എടുക്കുന്നത്. ഇത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ ഹെയർ കെയർ ചെയ്യുന്നത് അലോവേരനെ കൊണ്ട് മാത്രം. പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ഹെയർ കെയർ ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ മുടി അല്ലാതെ തന്നെ നല്ലോണം കൊഴിയുന്നുണ്ട്. ഇനി കൂടുതൽ അതിനെ വല്ലാതെ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് നശിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്യുന്നത്. പക്ഷെ എപ്പം ഒരിക്കൽ തലയെ മറക്കാൻ പാടില്ല, തല മറന്ന് കളിക്കരുതെന്ന് പറയുന്നില്ലേ, അതേപോലെ തലയെ അതും ഇതുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ കെയർ ചെയ്യാന്ന് വെച്ചതാണ്. പിന്നെ ഞാൻ ഇത് പറിച്ചപാട് എടുത്തതല്ല കേട്ടോ, കുറച്ച് ഇതിന്റെ കറയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തൊക്കെ വെച്ചിന്.
പുത്തനെ വെച്ചിന്. പിന്നെ പറഞ്ഞാൽ ഇത് ഫ്രഷ് ചെമ്പരത്തിയാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇതിനെ കയ്യോട് ഞരടലാണ്. സത്യം പറഞ്ഞാൽ സമയമില്ല. അപ്പൊ വേഗം മിക്സിയിൽ ഇട്ടിട്ട് കറക്കിയിട്ട് തലയിൽ തേക്കേണ്ട പരിപാടിയാണ്. ഇതിന്റെ റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ മിക്സിയിൽ അതായത് കഴുകിയിട്ട് മിക്സിയിലിട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാനിത് കഴുകിയിട്ട് വരാം. ഗൈസ് ഇത്രയുണ്ട് ചെമ്പരത്തി. കാരണം നമുക്ക് എത്രമാത്രം ചെമ്പരത്തി ചപ്പ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത്രയും എടുക്കുക കേട്ടോ. അത്രയും നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ഞരടിയിട്ടുള്ള താളിയൊക്കെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഒരുപാട് ഹെയർ കെയർ ചെയ്യുന്നതാണ്. എനിക്കില്ലേ ഇത് വിസിൽ വരുമോ എന്നുള്ള പേടിയില്ല ഞാൻ ഇങ്ങനെ ഒച്ചക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ എത്രമാത്രം ചെമ്പരത്തി നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എനിക്ക് അത്ര വലിയ വെച്ചാൽ മുടി കൊഴിയാതിരിക്കലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത്ര വലിയ ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചന്തി മുടി വിടൂല കഴിച്ചു. അത് ഇനി അതെന്തായാലും കുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ബാക്ക് മുടി വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ 2-3 വർഷം നല്ലോണം ഉലുവിയൊക്കെ തേച്ചിട്ട് പ്രയത്നിച്ചിട്ട് പക്ഷെ വളർന്നിട്ടില്ല. പിന്നെ പ്രസവിച്ചിട്ടും വളർന്നിട്ടില്ല. ഞാൻ പിന്നെ അത് വിട്ടതാണ്. ഈ ഹെയർ കട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷോർട്സ് ആയിട്ട് ഇട്ടത്. അപ്പോൾ അതിൽ ഞാൻ കട്ട് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം പ്രസവിച്ചിട്ട് വളർന്നില്ല, പിന്നെ എൻ്റെ മുടി വളരൂലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് നമുക്ക് മറന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ കെയർ ചെയ്യണ്ടേ. അപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. ഞാൻ പറഞ്ഞ് എൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തിയത്. അപ്പോ ഇതെന്താ നല്ല അമ്മേ ആയാ എത്ര വേണം 2 സത്യം പറഞ്ഞാൽ എനിക്ക് ഇതേപോലെ വോയിസ് ഓവർ ചെയ്യാതെ ഡയറക്റ്റ് ഇങ്ങനെ ഇതേപോലെ സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇഷ്ടം. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ കറ്റാർവാഴ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിന്റെ ഇങ്ങനെ മുള്ളിൽ ഇങ്ങനെ കളിയാണ് കേട്ടോ. അതെന്തായാലും കളയണം. പിന്നെ ഇതിന്റെ ജെല്ല് മാത്രം ഇട്ട് നിൽക്കണം. ഒരു കറയുണ്ട്, കറ ഭയങ്കരമായിട്ട് ചൊറിയും കേട്ടോ. അത് മുറിച്ച് എന്തായാലും മാറ്റണം കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് വരാം. ജസ്റ്റ് ഞാൻ ഒന്നും കൂടി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അടുക്കളയിൽ നിന്ന് എനിക്ക് രാത്രി അടുക്കളയിൽ നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. കാരണം അടുക്കളയിൽ മാത്രമേ ഇതുപോലത്തെ വിളിച്ചുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കണ്ട. ഓണത്തിൻ്റെ അടുക്ക പൊട്ടിച്ചെടുന്നപോലെ ഞാൻ പറയുന്നുണ്ടല്ലേ. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയും. അയ്യോ പിന്നെ നമ്മൾ കണ്ടമാനം പാക്കൊന്നും തളിയിട്ടൊന്നും വലിയ കാര്യമില്ല എനിക്ക് മനസ്സിലായത് കേട്ടോ. ഒരു കൃത്യമായ ഒരു ഓയിലിംഗ് ഉണ്ടാണ് മുടിക്ക്, അത്രയും വേണ്ടു സത്യം പറഞ്ഞാൽ. പിന്നെ മാസത്തിലൊരിക്കൽ സ്പാക്ക് കൊടുത്താൽ തന്നെ ധാരാളമാണ്. പിന്നെ സ്പാ കൊടുക്കേണ്ട പൈസ കാണണം കേട്ടോ. സ്വന്തമായിട്ട് ഏണിങ് ചെയ്യുന്നവർക്കാകാവുന്ന പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി, ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ലെവലിൽ നമ്മൾ നോക്കി കണ്ട് നിൽക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് മിക്സിയിലേക്ക് ഞാൻ എടുക്കുന്നത്. വേറെ പ്ലേറ്റിലൊന്നും കാണിച്ചു തരാൻ നമുക്ക് സമയമില്ല ഗൈസ്. സ്പൂൺ എടുത്തിട്ട് എടുക്കുന്ന കേട്ടോ നല്ലത്. സ്പൂണൊന്നും എടുക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ സ്പൂണോടൊന്നും എടുക്കുന്നില്ല. അയ്യോ, ഇപ്പൊ ഞാൻ പൾപ്പാന്നേ എടുക്കുന്നത്. പൾപ്പ് വേർതിരിച്ച് സ്പൂൺ വേണ്ടവരും ഞാൻ സ്പൂൺ എടുക്കട്ടെ. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് എടുപ്പിക്കും, അതാണ് സാഹചര്യം. അതുപോലത്തെ ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കും ഗൈസ്. ഇതൊന്നും കുറച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ പൾപ്പ് വേർതിരിക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ മൂവന്നെ ഇടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം മൂവന്നെ ഇടാൻ താല്പര്യമില്ല. കാരണം ഇത് പൾപ്പ് വേർതിരിച്ചിടുന്നത് കഴിക്കാൻ കുറച്ചും കൂടി നല്ലത്. ഇതിന്റെ ഗുണമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ഗുണങ്ങളാണ്. എനിക്കിപ്പോൾ അതൊന്നും പറയാനുള്ള ഒരു രീതിയില്ല. കാരണം എന്ന് വെച്ചാൽ നന്ന ലേറ്റായി. ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തണുപ്പിടിക്കും. പിന്നെ ഒരുപാട് ലേറ്റ് എൻ്റെ വലിയ ലീഫാണ്. എനിക്ക് ഒരുപാട് തോട്ടം തന്നെ ഉണ്ട്. എൻ്റെ കല്യാണത്തിനില്ല, ഞാൻ ഒരു സമയം അപ്പുറത്ത് എടുത്ത് വെച്ചാൽ മഴക്കുന്ന കുറച്ച് ലീവ്സ് എല്ലാം നശിച്ചു പോയി. അങ്ങനെ കുറച്ച് വേണ്ടത് എനിക്ക് മുടിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇപ്പം മാറ്റി വെച്ചുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആയത്. അപ്പോൾ നമുക്ക് ചെമ്പരത്തി കൂടി ഇടാം. ചെമ്പരത്തി ഞാൻ വാഷ് ചെയ്തിട്ട് വരട്ടെ. ഹേയ് ഗൈസ്, അപ്പം നമ്മൾ പൾപ്പ് ഇവിടെ വേർതിരിച്ചിട്ടുണ്ട്. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കലമ്പും. ഈ അരക്കുന്ന മിക്സിയിലാണ് ഇങ്ങനത്തെ ഓരോ പണി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കഴുകി ഈ ചെമ്പരത്തി കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ കൈ കൊണ്ട് ഞരടിയാലാണ് ഇത് നല്ല ഗുണമുണ്ടാകും. പക്ഷെ കൈ കൊണ്ട് ഞരടി ചെയ്യാൻ വേണ്ടിയിട്ട് സമയം എനിക്കില്ല ഗൈസ്. ഞാൻ വേഗം ഇത് മിക്സിയിലിട്ടും എന്നിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ വേഗം അടിച്ചിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇവിടെ ചെമ്പരത്തിയും കറ്റാർവാഴ ഇവിടെ അടിച്ചിട്ട് ഇത് ജെല്ല് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ജെല്ല് ഉണ്ട്, ജെല്ല് കണക്കുണ്ട്. പിന്നെ ഒറ്റപ്പടി വെള്ളം ചേർക്കണ്ടേ. വെള്ളം ചേർത്താൽ പോയി, അതിൻ്റെ ഒരു ഇത് പോയി. ഇനി നമുക്ക് സത്യം പറഞ്ഞാൽ മിക്സിയിൽ അടിച്ചതിനേയും കാട്ടി നമ്മുടെ കൈ കൊണ്ട് ഞരടിയാലോ കേട്ടോ അതിൻ്റെ ഗുണമുണ്ടാകും. പിന്നെ ഇതൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്യാന്ന് വെച്ചു.
പിന്നെ ഇടയ്ക്കൊക്കെ തേച്ചൊരച്ച് കുളിക്കണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഹെയർ ഒന്ന് പാമ്പേർഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും മുടിക്ക് നല്ലോണം എണ്ണ തേക്കേണ്ട, ചെറുങ്ങനെ തൊട്ട് വരട്ടിയാൽ മതി. പക്ഷെ ഞാനിത് എത്രയോ ദിവസം കൂടിയിട്ട് തല കഴുകുന്നതുകൊണ്ടാണ് ഇത്രയും വെളിച്ചെണ്ണ തേച്ചത്. എൻ്റെ തലേന്ന് ഇങ്ങനെ ഉളിയുന്നുണ്ടോ? ഇത് തേച്ച് കഴുകിക്കളയണ്ട ഗൈസ്. വെളിച്ചെണ്ണ തലയിൽ അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ ഇങ്ങനെ തലനാരി ഇങ്ങനെ ഇഴ പിരിച്ചിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഓണമൊക്കെ എല്ലാവരും എവിടെ വരെയായി? ഓണം വിശേഷം എങ്ങനെയൊക്കെയുണ്ട്? എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഓണക്കോടിയൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോ വരാനുണ്ട് കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് പരമാവധി ഞാൻ സ്പീഡിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും മോനൊക്കെ ഉള്ളതല്ലേ ഗൈസ്, പറ്റുന്നില്ല. അപ്പോൾ ഈ കണ്ണിലേക്ക് കുന്ത്രാണ്ടെല്ലാം മായ്ച്ച് കളയണം അത്രേ. അതിന് എത്ര പണിയുണ്ടെന്ന് അറിയാം. എല്ലായിടത്തും പോകുമ്പോൾ ആര് തേച്ച് ഇടാനൊരു മടിയില്ല, പക്ഷെ കഴുകി കളയാനാണ് ഗൈസ്. അയ്യോ, സമയം ഇപ്പം എത്രയും ഞാൻ പറഞ്ഞുതരാം, ക്രെഡിറ്റ് പറഞ്ഞുതരാം. തല കുളിക്കുന്ന സമയം കണ്ട ഒരു കുട്ടി 7:32. നോക്കിക്കോ, നാളെ തുമ്പിയിട്ടില്ലെങ്കിൽ വീഡിയോ എപ്പോൾ വരുന്നതെന്ന് അറിയില്ല. നെക്സ്റ്റ് എനിക്ക് അടുത്ത വീഡിയോയിൽ എന്തൊരു തണുപ്പുണ്ടോ നോക്കോ. അത്രയും തണുപ്പല്ലേ വാരി തേക്കുന്നത്. പുറകിലൊന്നും ആയിട്ടില്ല. മസാജ് ചെയ്ത് തേച്ചാൽ മതി കേട്ടോ, കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഇന്നത്തെ കാലത്ത് ആരും നീട്ടം മുടിയൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ്. ഞാൻ കുറേ ശ്രദ്ധിച്ചിന്, പക്ഷേ എന്താ പറയുക, നമുക്ക് വിധിച്ചതേ കിട്ടുന്നെല്ലാം പറയുന്നില്ല. അതേപോലെ പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാവരും പറയുന്ന കഥയാണ്, പണ്ട് നല്ല മുടി. സത്യം അതിൻ്റെ ഒരു ലോജിക്ക് എന്നറിയാം. നമ്മൾ ആ ഒരു കൗമാര ടീമിലെ നല്ലോണം ഫുഡ് മീൻസ് നമ്മൾ ആ ഒരു പ്രായം 18, 19, 20 പ്രായം, നല്ല പ്രായം. ആ ചള്ള് പ്രായത്തിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ ബോഡി ആയാലും എല്ലാം നല്ല രീതിയിൽ നല്ല ഇത് വെക്കും, പ്ലമ്മി ആകും ഫേസൊക്കെ. ചില ആൾക്ക് കുരു വരും, ചില ആൾക്ക് നല്ല നല്ല പ്ലം പോലെയാകും. പക്ഷെ എനിക്ക് നേരെ ഉൾട്ടിയാണ് സംഭവിച്ചത്. എൻ്റെ മുടി ഉൾട്ടിയല്ല, എന്താ പറയുന്നത്, ഉൾട്ടിയില്ല. എനിക്കും അതുപോലെ ഫേസിന് ഉൾട്ടിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഫേസിന് എനിക്ക് ഉൾട്ടിയാണ് സംഭവിച്ചത്. കാരണം എന്ന് വെച്ചാൽ നല്ലോണം പിമ്പിളൊക്കെ വന്നു. പിന്നെ തേക്കാത്ത ഒരു പണ്ടാരും ഇല്ല, എല്ലാം തേച്ച്. അങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ ജീവിതം. പിന്നെ എന്ന് പറഞ്ഞാൽ തലയിൽ മുടി ഒന്നും തേക്കാണ്ട് തന്നെ നല്ല മുടി ഉണ്ടായി. ഒരു ഫസ്റ്റ് തേക്കല്ലേ, കാരണം അമ്മക്ക് നല്ല മുടി ഉണ്ടായി. എൻ്റെ അച്ഛമ്മ പണ്ട് പിന്നെ അമ്മനെ പറഞ്ഞതെന്ന് പറയാം, ഇതൊന്നാണ് തലയിൽ ചേര ചുരുട്ടിയ പോലെ, അങ്ങനെ ഒരു വിശേഷണം വെച്ചിട്ട് തന്നെ പറഞ്ഞത്. കാരണം അവര് എന്തിനും അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അവർക്ക്, കാരണം അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പോലും പറഞ്ഞു. അപ്പം അത്ര മുടിയുണ്ട്. ഇവിടെ എനിക്ക് അമ്മേൻ്റെ ഫോട്ടോ ഇല്ലേ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാൻ കയ്യോ നോക്കട്ടെ, ഞാൻ കാണിച്ചത്. എൻ്റെ അമ്മ ഭയങ്കര സുന്ദരി കേട്ടോ. ഞാനില്ലേ ആ അമ്മേൻ്റെ വീഡിയോ ട്രെൻഡിങ് 80s-ലോ 90s-ലോ എന്നെല്ലാം പറഞ്ഞില്ലേ, അതിനകത്ത് അമ്മേൻ്റെ ഒരു വീഡിയോ എനിക്ക് ആക്കാൻ സമയമില്ലായിട്ട് ആൽബത്തിൽ നിന്ന് പോയിട്ട് പരുതെല്ലാം വേണ്ടേ. ഇല്ലെങ്കിൽ ഞാനും അമ്മയുള്ളൊരു വീഡിയോ ഞാൻ എന്തെല്ലാം കേട്ടോ. പണ്ടത്തെ ഫോട്ടോ കിട്ടിയില്ല. അമ്മേനെ പോലെ ഒന്നുമല്ല ഞാനെല്ലാം അച്ഛൻ്റെ ഒട്ടാ കിട്ടിയത്. അതെല്ലാവരും പറയും, എനിക്ക് അമ്മേൻ്റെ നിറവൊന്നും കിട്ടിയിട്ടില്ല. ശരിയാ, അമ്മേൻ്റെ നിറവൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഫുൾ അച്ഛൻ എൻ്റെ അതേ കളറേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പം എൻ്റെ വിശേഷങ്ങളിൽ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഓണം വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോസും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. വേറെ ഒന്നുമില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതുപോലെ ലൈവിൽ വന്ന് സംസാരിക്കും കേട്ടോ. എൻ്റെ ആ 20,000 ജസ്റ്റ് ഒന്നാണ് കാട്ടെന്ന് വെച്ചിട്ട് ഞാൻ ലൈവിലൊന്നും വരാത്തത്. ലൈവിൽ വരണം നല്ല ആഗ്രഹമുണ്ട്, കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നാൽ നമുക്ക് കാണാമല്ലോ, അവർക്ക് എന്താ പറയാനുള്ളതെന്നെല്ലാം കേൾക്കാമല്ലോ. എന്തായാലും ലൈവിൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വിശേഷങ്ങൾ പറഞ്ഞതിലെടുക്കെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഞാനത് ജസ്റ്റ് മസാജ് ചെയ്യട്ടെ. മസാജിങ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെയൊന്നും ആയിട്ടില്ല, കാരണം അത്രയേ ഉള്ളൂ. തലയുടെ എല്ലാ ഭാഗത്തും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം ഗൈസ്. എന്നാൽ നല്ലതാണ്, ബ്ലഡ് സർക്കുലേഷൻ. ഗൈസ് അങ്ങനെ നമ്മളെ പാക്കൊക്കെ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച്, ഇനി ഇത് ആഫ്റ്റർ ഇതിന്റെ റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് നമ്മളെ ഹെയർ ഒന്ന് കെയർ ആയി അല്ലേ, ഹെയർ കെയർ, അതാണ് ഹെയർ കെയർ. മടിച്ചികൾക്കെല്ലാം പറ്റിയ ഹെയർ കെയർ.
ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ജസ്റ്റ് കുറച്ച് അപ്പുറത്തുനിന്ന് ചെമ്പത്തി പറിച്ചിട്ട് വന്നു. ഇതൊക്കെ ബാക്കിയുണ്ടോ നോക്കട്ടെ. മലയാളികളെ ഏറ്റവും വലിയ ഈ തീരാനായ പേസ്റ്റ് ഇങ്ങനെ ആക്കുന്നില്ലേ, അതേപോലെ ഇല്ലാത്ത പാക്ക് ഞാൻ ഇതിനുള്ളിൽ നിന്ന് മാന്തി എടുക്കുന്നതാണ്. അപ്പോൾ എന്നാന്ന് മലയാളികളെ എന്നല്ല, ഞാൻ എന്തോ പറഞ്ഞു വന്നല്ല, മടിച്ചികൾ. അപ്പോൾ ഈ മടിച്ചികൾ എന്നെപ്പോഴത്തെ മടിച്ചികളല്ല, എനിക്ക് മടി ഉണ്ടായിട്ടില്ല, സത്യം പറഞ്ഞാൽ മടിയില്ല. എനിക്ക് ഈ ഹെയർ കെയറും സ്കിൻ കെയറിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ടല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്തെങ്കിലും ഉപകാരപ്രദമായ വീഡിയോസ് ഇടാന്ന് വെച്ചിട്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിട്ടെന്നാ വേണ്ടത്, നമ്മളെ ഓവർ കെയർ ചെയ്തിട്ടാന്ന് തോന്നുന്നു നമ്മളെ മുടി ഇങ്ങനെ. അടുത്ത് ഞാൻ മുടിയിലൊരു താജ്മഹൽ പണിയും. നോക്കട്ടെ ഇതിന്റെ ഗ്രോത്ത് ലെവൽ എങ്ങനെയാണെന്ന് ഇപ്രാവശ്യം നോക്കട്ടെ. അപ്പോൾ ഇത് മടിച്ചികൾക്ക് പറ്റിയ ഒരു, നിങ്ങളെ എന്താ പറയുക, ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. കാരണം ഇന്ന് ഓഫീസുകൾ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് എല്ലാ സ്ത്രീകളും പണിക്കെല്ലാം പോകുന്നില്ല. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഇതിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മടിച്ചികൾ എന്നുള്ളൊരു വിശേഷണം ഉപയോഗിക്കുന്നത്. നിങ്ങളെ കളിയാക്കി പറയുന്നില്ല ഗൈസ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇപ്പം മടി തന്നെ ആയിരിക്കും. ഓഫീസിൽ വന്ന് ഇതൊക്കെ ചെയ്യാൻ ടൈമൊന്നും ഇല്ല. ഒരു ഷാമ്പു വാഷ് ഇട്ടിട്ട് കളയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അല്ലെങ്കിലും നമ്മൾ താളി ഇട്ടിട്ട് തലയിൽ തേച്ചാൽ തന്നെ നല്ലോണം ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഹെയർ ഇങ്ങനെ ബാക്കോളം വരുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു മുടി ഒഴിച്ചിലിൻ്റെ ഒരു തീവ്രത നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇപ്പം എല്ലാവർക്കും മുടി ഒഴിച്ചിലും ഒക്കെയുള്ളതല്ലേ. അയ്യോ ഗൈസ്, എനിക്ക് മതി. ഇനി ഞാൻ കുളിച്ചിട്ടേ വരാം വിശേഷമായിട്ട്. അപ്പം നമുക്ക് സ്ഥലം വാഷ് ചെയ്തിട്ട് കാണാം. പിന്നെ 7:32 സമയം, നമ്മൾ 7:32 തേച്ചത്. 7:38, ഒരു 7:45, ഒരു 10 മിനിറ്റ് കൊടുക്കും. കാരണം ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും തണുപ്പിടിക്കും. അപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് ഞാനില്ലേ ഇപ്രാവശ്യം ഡ്രയർ ഉപയോഗിച്ചിട്ട് എന്തായാലും ഹെയർ ഉണക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തായാലും തണുപ്പിടിക്കും ഗൈസ്. സാധാരണ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണക്കലൊന്നുമില്ലേ, അത് വർക്ക് ചെയ്യിപ്പിക്കണ്ടേ. കാരണം അത് വാങ്ങിച്ചിട്ട് കുറച്ചായി, നന്നായിട്ട് യൂസ് ചെയ്താൽ. ഞാനൊന്നും ഒട്ടും യൂസ് ചെയ്യില്ല. കാരണം എപ്പൊന്നും തല കുളിച്ചാലല്ലേ, എപ്പൊന്നും കൂടിയിട്ടേ കുളിക്കൂ. അപ്പോൾ ഗൈസ്, എനിക്ക് പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. എനിക്ക് ഇവിടെ എല്ലാം ചൊറിയാൻ തുടങ്ങി കുളിക്കായിട്ട്. അപ്പോൾ കുളിച്ചിട്ട് കാണാം. ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. കുറേ സമയം കുളിച്ചിട്ട് വരാൻ മടിയാണ് ഗൈസ്. കുളിച്ചിട്ട് വേഗം വരാം. അപ്പോൾ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ കുളിച്ചു ഗൈസ്. നല്ലോണം തല തോർത്തണം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ മുടിയൊന്ന് ഉണക്കിയിട്ട് വരട്ടെ കേട്ടോ. എന്തായാലും തണുപ്പ് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ മുടി ഉണക്കട്ടെ ഗൈസ്. എൻ്റെ റൂമൊന്നും കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിട്ടൊന്നും എനിക്ക് വൃത്തിയാക്കാൻ സമയം ഉണ്ടായില്ല. അപ്പം ഞാൻ മുടി ഉണക്കാൻ പോകുകയെന്നു കണ്ട. ഞാൻ അന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചിന്. ഒരു മാറ്റം കൂടെ സംഭവിച്ചിട്ട് വെളിച്ചില്ല അല്ലേ, വെളിച്ചില്ലാത്ത പോലെ ഉണ്ട് ഗൈസ്. നമ്മൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മുടിയൊന്ന് ഉണക്കണം. അപ്പം അന്ന് ഞാനൊന്ന് ജസ്റ്റ് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഫിലിപ്സിൻ്റെ അടിപൊളി സാധനമാണ്. ഫ്ലിപ്പിൽ നിന്ന് ആമസോണിൽ എനിക്ക് ഓർമ്മയില്ല, കിട്ടിയ സാധനമാണ്. പക്ഷെ മിനി എൻ്റെ മുടിക്ക് അത് മതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞപ്പാട് ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ജസ്റ്റ് പിന്നെ അന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് കേട്ടോ ഓപ്പൺ ആക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ആഴ്ചയിൽ 2 ദിവസം കുളിക്കുന്നവരൊക്കെ എന്തിനാ. അയ്യോ, നിങ്ങൾ തെറ്റിയിരിക്കില്ലേ, തല. അപ്പം ഗൈസ്, നമുക്കിത് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പയറ്റി നോക്കാം. നന്നാക്കിയതാണ് ഞാൻ. ഗൈസ്, കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. അധികം ഞാൻ മുടിയിലേക്ക് നല്ലതല്ല കേട്ടോ, ഇതൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഫിലിപ്സിൻ്റെ ആട്ടോ അത്. പിന്നെ ചെറിയ മിനിയാണ്. എനിക്ക് ഒന്ന് വാങ്ങിയിട്ട് കുറച്ചായി, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യലില്ല. കാരണം എന്ന് വെച്ചാൽ മുടി അത്രയും നല്ലതല്ലല്ലോ ഇത് യൂസ് ചെയ്താൽ. അപ്പോൾ സെമി ഡ്രൈ മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എനിക്ക്. പിന്നെ ഇപ്പം പോയിരടി പോകാനൊന്നും ഇല്ലല്ലോ മുടി ഉണക്കിയിട്ട്. പിന്നെ തണുപ്പൊടിക്കുന്നതുകൊണ്ട് ഇവിടെ മാത്രം ജസ്റ്റ് സെമി ഡ്രൈ ആക്കി. അപ്പോൾ ഗൈസ്, ഇന്ന് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഹെയർ കെയർ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല, ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു കുട്ടി ചാനലാണ് ദൃശ്യ ഉമേഷ് വ്ളോഗ്സ്.
ഗൈസ്, അപ്പോൾ നമ്മളെ മുടിയൊക്കെ ഡ്രൈ ചെയ്തു. അപ്പോൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. ഹെയർ കെയറും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.